നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ പറഞ്ഞു വിടൂ, നമുക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ സലാ വരുമല്ലോ. അൽ ഹിലാൽ ആരാധകരുടെ ഒരു ലൈൻ അതായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലെ നെയ്മർ ജൂനിയറുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ വെറുതെ പറയുന്നതല്ലെന്നേ. എക്സിലൊക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള അൽ ഹിലാൽ പേജുകളുണ്ട്. അതിലൊന്ന് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത് നമ്മൾ കണ്ടിരുന്നു. 4.9 മില്യൺ ഫോളോവേഴ്സുള്ള എക്സിലെ ഒരു അൽ ഹിലാൽ ഫാൻ ഫോളോവർ പേജ്. അതിപ്പോൾ അവർ പ്രതീക്ഷിച്ച് നടക്കുന്നില്ല. മുഹമ്മദ് സലാ വരുമെന്ന് അവർ സ്വപ്നം കണ്ടു. സലാ ലിവർപൂളിൽ തന്നെ തുടരുകയാണ്, കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ആ ഘട്ടത്തിൽ അവരിട്ട പോസ്റ്റ് നോക്കണം. ഒഫീഷ്യൽ: മുഹമ്മദ് സലാ വിൽ നോട്ട് ജോയിൻ അൽ ഹിലാൽ. വാൻ ഡൈക്ക് വിൽ നോട്ട് ജോയിൻ അൽ ഹിലാൽ. അതിന് ജോയിൻ ചെയ്യുമെന്ന് ആരാ പറഞ്ഞ ഒഫീഷ്യൽ ഇത് പറയാൻ? ഇവർ അൽ ഹിലാലിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് ആര് പറഞ്ഞു? അത്തരത്തിലുള്ള റൂമറുകളുണ്ടായിരുന്നു, നീക്കങ്ങൾ ശക്തമായിരുന്നു എന്നതും ശരിയാണ്. കാരണം ഫബ്രിസിയോ അടക്കമുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫബ്രിസിയോ സലായിയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ റിപ്പോർട്ട് ചെയ്ത വീഡിയോയിലല്ല, അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലും അദ്ദേഹം പറയുന്നു സ്ട്രോങ് ആയിട്ടുള്ള പ്രപ്പോസൽസ് സൗദിയിൽ നിന്നുണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് സലാ പ്രീമിയർ ലീഗിൽ തന്നെ തുടരുന്നത്. അപ്പോൾ ഇവർ വരുമെന്ന് സ്വപ്നം കണ്ടിരുന്നു, അത് യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി നെയ്മർ പറഞ്ഞു വിടാൻ ധൃതിയായിരുന്നു, വലിയ തിടുക്കമായിരുന്നു. ഇപ്പോൾ എന്തുണ്ടായി? വല്ലാത്ത അവസ്ഥയിലായി. നെയ്മർ പറഞ്ഞു വിട്ടു, സലാ വന്നതുമില്ല. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു സൂപ്പർ താരം വേണം എന്ന് ആഗ്രഹിച്ചു, അത് സലയാവില്ലെന്ന് ഉറപ്പാണ്. ഇനി ജൂണിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്ത് സംഭവിക്കും, മറ്റേതെങ്കിലും വമ്പന്മാരെ കൊണ്ടുവരുമോ, അത് കണ്ടറിയണം. നിലവിലെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സൂപ്പർ താരം വരാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. എന്താ, അൽ ഹിലാൽ നെയ്മർ വരുന്നതിന് മുമ്പില്ലേ ഉണ്ട്. നെയ്മർ പോയാലും ഉണ്ടാവില്ല, ഉണ്ടാവും. ഏഷ്യയിലെ മികച്ച ക്ലബ്ബുകളിലൊന്നല്ലേ ആണ്. പക്ഷേ ഗ്ലോബൽ റീച്ച് കിട്ടണമെങ്കിലേ അതിന് നിങ്ങൾക്ക് മാൽക്കം കളിച്ചതുകൊണ്ടോ, മിട്രോവിച്ച് കളിച്ചതുകൊണ്ടോ, കൂലിബലി കളിച്ചതുകൊണ്ടോ, യാസിൻ ബോന കളിച്ചതുകൊണ്ടോ, റെനല്ലോദി കളിച്ചതുകൊണ്ടോ ഒന്നും കിട്ടില്ല. അതിനിങ്ങനെ നെയ്മറോ സലായോ അല്ലെങ്കിൽ മെസ്സിയോ ക്രിസ്ത്യാനോയോ ഒക്കെ തന്നെ കളിക്കണം. അവിടെയാണ് പ്രശ്നം. ഇനിയിപ്പോൾ യുവതാരങ്ങളാണെങ്കിൽ എംബാപ്പയോ വിനി ജൂനിയറോ ഏർലിംഗ് ഹാലൻഡോ ഒക്കെ വരുമോ? ഇപ്പോൾ വിനി സൗദിയിൽ നിന്നുള്ള ഓഫറുകളൊക്കെ വേണ്ടെന്ന് വെച്ച് റയലുമായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനിലേക്ക് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടും കൂടി ഇതിന് പാരലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കയ്യിലിരുന്നതിനെ കളയാൻ വലിയ തിടുക്കമായിരുന്നു. നെയ്മർ വന്നിട്ട് എന്തുണ്ടായി? പരിക്ക് പറ്റി ഹോസ്പിറ്റലിലായിരുന്നില്ല എന്നൊക്കെ ചോദിക്കാൻ വേറെ ആളുണ്ടാവും. നെയ്മർ വന്നിട്ടുണ്ടായത് എന്താണെന്ന് എൻ്റെ നാട്ടിലടക്കം നടന്നു നോക്കിയാൽ മതി. അൽ ഹിലാലിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട്, നെയ്മറുടെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് നടക്കുന്ന പയ്യന്മാരെ ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. അതാണ് നെയ്മറൊക്കെ വരുമ്പോഴുള്ള ഗുണം. നിങ്ങളുടെ ക്ലബ്ബിൽ ഗ്ലോബൽ റീച്ച് ആവും. അത് കളിക്കളത്തിൽ അവർ കളിച്ചു കൊള്ളണമെന്നില്ല. പരിക്കേറ്റ് പുറത്താണെങ്കിൽ പോലും ആ റീച്ച് ഉണ്ടാവും. അതാണ് വ്യത്യാസം. അപ്പോൾ ശരി, ആരെങ്കിലും വരുമായിരിക്കും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.